ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ലെഗ് ഡേ ആണ്. അപ്പോൾ ലെഗ് ഡേയിൽ ഞാൻ എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മെയിൻലി എൻ്റെ ഞാൻ ലെഗ് ഡേ തുടങ്ങുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാമപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്വാഡ് മസിൽസിനെ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. കാരണം എൻ്റെ ആദ്യത്തെ വർക്കൗട്ട് തന്നെ ബാക്ക് സ്ക്വാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവഞ്ച്വലി അപ്പ് ഡൗൺ ചെയ്ത് ഓരോ ഓരോ പീരീഡായിട്ട് ഇങ്ങനെ അപ്പ് ഡൗൺ ചെയ്ത് പോവുക. എന്നിട്ട് മാക്സിമം അപ്പ് ചെയ്ത് വരിക. ഇതാണ് എൻ്റെ ഒരു വാമപ്പ്. മാക്സിമം അപ്പോൾ നമുക്ക് ക്വാഡ് മസിൽസ് കുറച്ചൊന്ന് വാമപ്പ് ആവും, വാമാവും. എനിക്ക് പേഴ്സണലി ഇത് വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാറ്. അപ്പം അത് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ മെയിൻ വർക്കൗട്ട്. അല്ലാതെ ഞാൻ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് ബോഡി വെയ്റ്റ് സ്ക്വാട്ട്സ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് എൻ്റെ പിസ്റ്റൽ സ്ക്വാട്ട് ഒന്ന് ട്രൈ ചെയ്യും. ഞാനൊരു പ്രോ അല്ല നമ്മുടെ പിസ്റ്റൽ സ്ക്വാട്ടിൽ, പക്ഷേ എനിക്ക് കാലിസ്റ്റനിക്സ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ അസിസ്റ്റഡ് പിസ്റ്റൽ സ്ക്വാട്ടാണ് ഇവിടെ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ എനിക്കത് ഒരു ലെഗിൽ മാത്രമേ എനിക്കത് ഇങ്ങനൊരു നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, സ്ക്വാട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നോ പ്രോബ്ലം, നമുക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഫിക്സ് ചെയ്യാം. നോ പ്രോബ്ലം. നമുക്ക് ഇൻ ഫ്യൂച്ചർ കാലിസ്റ്റനിക്സ് നമ്മൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് എങ്ങനെ പഠിക്കാൻ നോക്കുന്ന ടൈമിൽ നമുക്കത് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കാലിസ്റ്റനിക്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും കാലിസ്റ്റനിക്സ് എന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ചുമ്മാ നമുക്ക് നോക്കാം എത്ര പേർക്ക് കാലിസ്റ്റനിക്സ് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ബാക്ക് സ്ക്വാട്ടാണ്. നമുക്ക് ബാക്കിൽ വെയിറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സ്ക്വാട്ടാണ് ബാക്ക് സ്ക്വാട്ട്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. അപ്പം എൻ്റെ വർക്കൗട്ടിൽ 2 വർക്കിംഗ് സെറ്റും ഒരു വാം സെറ്റുമാണ് ഉണ്ടാവാറുള്ളത് മെയിൻലി. അപ്പോൾ ഇതെൻ്റെ വാം സെറ്റാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വാം സെറ്റിൽ ഞാൻ എല്ലാ സെറ്റിലും എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെയിറ്റും ആഡ് ചെയ്തിട്ടാണ് എൻ്റെ വർക്കിംഗ് സെറ്റ് ലാസ്റ്റ് സെറ്റ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എൻ്റെ മാക്സിമം മെക്കാനിക്കൽ ടെൻഷൻ ഓൺ ദ ക്വാഡ് മസിൽ, അതാണ് എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ എൻ്റെ വാം സെറ്റ് കഴിഞ്ഞു ഇവിടെ. അപ്പോൾ അടുത്ത സെറ്റിലേക്ക് പോവാണ്. എൻ്റെ വർക്കിംഗ് സെറ്റിലേക്ക് ഞാൻ പോകാൻ പോവാണ് ആക്ച്വലി. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് സെറ്റ്. ആദ്യം കുറച്ച് വെയിറ്റ് അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു 70 അല്ലെങ്കിൽ ഒരു 70 വെയിറ്റിൽ ഞാൻ തുടങ്ങും ഫസ്റ്റ് സെറ്റ്. അതിനുശേഷം ഇവിടെയുള്ള 100% ഇവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഫുൾ വെയിറ്റും ആഡ് ചെയ്തിട്ട് പുഷ് ചെയ്യാൻ നോക്കും. അതാണ് എൻ്റെ സെക്കൻഡ് വർക്കിംഗ് സെറ്റ്. മാക്സിമം ലാസ്റ്റ് സെറ്റിലേക്ക് വരുന്ന ടൈമിൽ മാക്സിമം ഇവിടെ ആക്ച്വലി ഉള്ള വെയിറ്റ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു റെപ്പ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 6 to 8 അല്ലെങ്കിൽ ഒരു 6 to ഒരു 6 തൊട്ട് ഒരു 8 ഫെയിലിയർ ആവുന്ന രീതിയിലാണ് ഞാൻ മെയിൻലി ട്രെയിൻ ചെയ്യാറ് ഇവിടെ ഇതിനകത്ത്. കാരണം ഇവിടെ ഞാൻ ആക്ച്വലി എനിക്ക് ഇപ്പം നിങ്ങൾ ഇപ്പം കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലാസ്റ്റ് സെറ്റിലേക്ക് ഇപ്പം നമുക്കൊരു എൽബോ പെയിനും ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് അങ്ങനൊരു സിറ്റുവേഷൻ വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് കോമ്പൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം കോമ്പൗണ്ട് മൂവ്മെൻറ്റും ഐസൊലേഷൻ മൂവ്മെൻറ്റും കൊണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് മൂവ്മെൻറ്റുകളാണ് ഏറ്റവും ബെസ്റ്റ് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ഈ കോമ്പൗണ്ട് മൂവ്മെൻറ്റ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. കാരണം ഏതൊരു സൈഡിനും അല്ലെങ്കിൽ ഏതൊരു ഇതിനും 2 വശമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ കോമ്പൗണ്ട് മൂവ്മെൻറ്റ് ബെസ്റ്റാണ്. നിങ്ങളിപ്പം ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പൗണ്ട് മൂവ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ കോമ്പൗണ്ട് മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. നിങ്ങളിപ്പം അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പണ്ടത്തെ ഓൾഡ് സ്കൂൾ അത്ലീറ്റുകൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമ്പൗണ്ട് മൂവ്മെൻറ്റുകളാണ്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, കോമ്പൗണ്ട് മൂവ്മെൻറ്റുകൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ ലൈക്ക് ചെറിയ എൽബോ പെയിനുകൾ വരാറുണ്ട് കൂടുതൽ ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ. അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വർക്കൗട്ട് തുടങ്ങി. ലൈക്ക് ഞാൻ ഈ ഒരു വർക്കൗട്ട് ആക്ച്വലി എൻ്റെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തൊരു വർക്കൗട്ടാണിത്. പക്ഷേ ഞാനിത് ചെയ്യാറില്ല എന്നും. ലൈക്ക് എൻ്റെ മിക്കവാറും എൻ്റെ ലെഗ് ഡേയിൽ ഞാൻ ചെയ്യാത്തൊരു വർക്കൗട്ടാണ് ഫ്രണ്ട് സ്ക്വാട്ട്. ലൈക്ക് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കൗട്ടാണ്, പക്ഷേ ഞാൻ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഫോം എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാനിത് ഒഴിവാക്കാറാണ് പതിവ്. പക്ഷെ ഞാൻ ഇന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു. ലൈക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഗ്രാജുവലി നമുക്ക് വെയിറ്റ് ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാക്ക് സ്ക്വാട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് ഇത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ബട്ട് എന്തുമാത്രം നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇൻ ഫ്യൂച്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഒരൊറ്റ സെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ലൈക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമായിരുന്നു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇന്ന് ട്രൈ ചെയ്തു. കാരണം ജസ്റ്റ് വാമപ്പിൽ ഞാൻ ആഡ് ചെയ്ത അതേ വെയിറ്റിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ആക്ച്വലി, അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ലൈക്ക് ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞു. ജസ്റ്റ് ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് മാത്രമേ ഞാൻ ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ലിഫ്റ്റാണ്. ഞാൻ വീണ്ടും പറഞ്ഞു കോമ്പൗണ്ട് മൂവ്മെൻറ്റ്. ലൈക്ക് കോമ്പൗണ്ട് മൂവ്മെൻറ്റുകൾ ഞാൻ മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു എന്താ പറയുക വർക്കൗട്ടുകളാണ് ഇവിടെ ആക്ച്വലി. കാരണം ഒന്നാമത്തെ കാര്യം ഈ ഒരു ഏരിയയിൽ കുറച്ച് വെയിറ്റുകളും ലൈക്ക് കുറച്ച് ബാർബെല്ലും കുറച്ച് വെയിറ്റുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി കൂടുതലും കോമ്പൗണ്ട് മൂവ്മെൻറ്റുകൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം അതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം കോമ്പൗണ്ട് മൂവ്മെൻറ്റുകൾ ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഐസൊലേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോ, നോ പ്രോബ്ലം. പക്ഷേ കോമ്പൗണ്ട് മൂവ്മെൻറ്റുകൾ നിങ്ങളെപ്പോഴും എന്താ പറയുക നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഐസൊലേഷൻ മൂവ്മെൻറ്റിലേക്കും പിന്നെ നിങ്ങൾ ഫങ്ഷണൽ ട്രെയിനിങ്ങുകളിലേക്കും പോവുക. ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങളിപ്പോൾ കോമ്പൗണ്ട് മൂവ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫങ്ഷണൽ ട്രെയിൻ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഗുഡ് ചോയ്സ് നിങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കും ഫങ്ഷണൽ ട്രെയിനിങ് ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ ലൈക്ക് എനിക്കിവിടെ ഇപ്പം അതിനുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടും ഞാനിപ്പം അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ എല്ലാ വർക്കൗട്ട് സ്പ്ലിറ്റുകളും നമ്മൾ ട്രൈ ചെയ്യും. എല്ലാം നമ്മൾ മാക്സിമം അതിൻ്റെ ഫോമിൽ നമ്മളത് ട്രൈ ചെയ്ത് അതിനകത്ത് ഒരു ബെറ്റർ വേർഷൻ ആകാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോടും എനിക്ക് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒരു ഫിസിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നതിനേക്കാളും നിങ്ങളൊരു വർക്കൗട്ട് അതിനകത്ത് എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലൈക്ക് ഡെഡ് ലിഫ്റ്റ് കഴിഞ്ഞു. 2 വർക്കിംഗ് സെറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കാഫ് റൈസ് തുടങ്ങി. അപ്പോൾ എനിക്കിവിടെ ആക്ച്വലി എന്താ പറയുക വെയിറ്റ് ആഡായിട്ട് കാഫ് റൈസ് എനിക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്തു. ലൈക്ക് എൻ്റെ ലെഗ് ഡേ ഇവിടെ ഓവർ ആവുകയാണ്. അപ്പോൾ ലൈക്ക് ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക്സ്. അപ്പോൾ പിന്നെ ലൈക്ക് എൻ്റെ 2 വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നന്ദി. ലൈക്ക് അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്. അപ്പോൾ ഓക്കെ, വർക്കൗട്ട് കഴിഞ്ഞു. 2 വർക്കൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ലൈക്ക് ഇത് കാഫ് റൈസ് 2 എണ്ണം ചെയ്തു, അല്ലെങ്കിൽ 2 സെറ്റ് ഞാൻ ചെയ്തു. പിന്നെ വേറെ ലൈക്ക് ഇനി വേറെ വർക്കൗട്ടൊന്നുമില്ല. ഡെഡ് ലിഫ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ബാക്ക് സ്ക്വാട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് സ്ക്വാട്ട് ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ യൂഷ്വലി അത് ചെയ്യാറില്ല ഫ്രണ്ട് സ്ക്വാട്ട്, പക്ഷേ ഇന്ന് നമ്മൾ ഫ്രണ്ട് സ്ക്വാട്ട് നമ്മൾ ട്രൈ ചെയ്തു ആക്ച്വലി. ഓക്കെ ബൈ, പീസ് ഔട്ട്.